ഡയറക്റ്റിങ്ങിൻ്റെ നാലാമത്തെ എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫൈനൽ എലമെൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ മലയാളം ആശയവിനിമയം എന്നാണ്. നാം ഒരുപാട് കേട്ട് പരിചയപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The word communication has been derived from the Latin word communis, which means common. അതായത് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. ഇതിൻ്റെ മീനിങ് കോമൺ എന്നാണ്. ടു ഷെയർ എന്നും ഒരു അഭിപ്രായമുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. It is the way or the process of exchange of ideas, news, facts, feelings between two or more people. അതായത് ആളുകൾ തമ്മിൽ, ജനങ്ങൾ തമ്മിൽ അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂസുകൾ അല്ലെങ്കിൽ ഫാക്റ്റ്, വിവരങ്ങൾ, അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, ഇതൊക്കെ തന്നെ പരസ്പരം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ പരസ്പരം ആളുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ്. ഇനി നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് നോക്കാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എലമെൻറ്റ്സ്, കുറേയധികം ഘടകങ്ങളുണ്ട്. ഈ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിലൊന്നാമത്തെ എലമെൻ്റ് ആണ് സെൻഡർ. സെൻഡറെ നാം കമ്മ്യൂണിക്കേറ്റർ എന്നും പറയാറുണ്ട്. സെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെയാണ് നാം സെൻഡർ എന്ന് പറയുന്നത്. ഇനി അതൊരു വ്യക്തിയാകാം, ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷനാകാം. ഇനി ഇത്തരത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആ പേഴ്സൺ, ആ വ്യക്തിയാണ് നാം സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു സ്പീക്കർ ആകാം, റൈറ്റർ ആകാം, ഒരു ആക്ടർ ആകാം, തുടങ്ങി എന്തുമാകാം. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ രണ്ടാമത്തെ എലമെൻ്റ് ആണ് മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം. അതായത് നാം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൊടുക്കുന്ന മാറ്റർ, അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ, അവിടുത്തെ വിഷയം എന്താണോ, അതാണ് അവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് ഫാക്റ്റുകളാകാം, ഇൻഫർമേഷൻ ആകാം, ഐഡിയാസ് ആകാം, ഒപ്പീനിയൻസ് ആകാം. അപ്പോൾ ഇതിനെയാണ് നാം മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, എൻകോഡിങ്. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. എൻകോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the sender translate the message into words, symbols, gestures or other symbols. അതായത് ഇവിടെ നാം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സെൻഡർ ചില വേർഡ്സും സിംബൽസും ജസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നാം എൻകോഡിങ് എന്ന് പറയുന്നത്. അതായത് ഇത് നാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആകാം, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആകാം, സിംബൽസ് ആകാം. ഇതിനെ നാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എൻകോഡിങ് എന്നുള്ളത്. ആൻഡ് നാലാമത്തെ എലമെൻ്റ് ആണ് ചാനൽ അല്ലെങ്കിൽ മീഡിയം. അതായത് നാം ഏത് മീഡിയത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ഇതിനെയാണ് നാം ചാനൽ എന്ന് പറയുന്നത്. അത് സ്പീക്കിംഗ് ആകാം, റൈറ്റിംഗ് ആകാം, അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ബോഡി പാർട്സ്. അത് ഇനി നമുക്കറിയാം, നമ്മുടെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാമല്ലോ. അതിപ്പോൾ ടെലിവിഷനിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷനോട് ഉപയോഗിക്കുന്ന ആ ചാനലിനെ, ആ മീഡിയമാണ് ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. അടുത്തൊരു എലമെൻ്റ് ആണ് ഡീകോഡിങ് എന്നുള്ളത്. എന്താണ് ഡീകോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻഡർ അദ്ദേഹം എൻകോഡ് ചെയ്ത മെസ്സേജിനെ, അദ്ദേഹം സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് നാം ഡീകോഡിങ് എന്ന് പറയുന്നത്. ഡീകോഡിങ് നടത്തുന്നത് റിസീവറാണ്. ഈ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ തന്നെയാണ് അതിൻ്റെ ഡീകോഡിങ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു എലമെൻ്റ് ആണ് റിസീവർ. നമുക്കറിയാം, റിസീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നാം റിസീവർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറയുമ്പോൾ ലിസണർ ആകാം,
വ്യൂവേഴ്സ് ആകാം, അല്ലെങ്കിൽ റീഡേഴ്സ് ആകാം. നമുക്കൊരു ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നാം അവിടുത്തെ റീഡറും റിസീവറുമാണ്. എന്നാൽ നമുക്ക് ഒരു ചിത്രം കാണുകയാണെങ്കിൽ അവിടെ നാം വ്യൂവറാണ്, നമ്മൾ ആ വ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയും നാം അടുത്ത റിസീവറാണ്. ഇനി നമ്മൾ ക്ലാസ്സിലെ കാര്യങ്ങൾ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നാം ഒരു ലിസണറായി പ്രവർത്തിക്കുന്നു. അവിടെ നാം ഒരു റിസീവറാണ്. അടുത്തൊരു എലമെന്റ് ആണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. ഫീഡ്ബാക്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരു റിസീവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക അദ്ദേഹത്തിൻ്റെ റിപ്ലൈയിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കിലൂടെയാണ്. ഫീഡ്ബാക്ക് നടന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇത്രയുമാണ് പ്രധാനമായിട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എലമെന്റ്സ്. അതിനോടൊപ്പം തന്നെ പറയുന്ന ഒന്നാണ് നോയ്സ്. നോയ്സ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് സം ഹിൻഡ്രൻസസ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹിൻഡ്രൻസ്, തടസ്സങ്ങളാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം എലമെന്റ്സുകളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്തുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഡയഗ്രാം ആണ്. ആ ഡയഗ്രാം നോക്കുക. ആ ഡയഗ്രത്തിനാ നോക്കൂ, സെൻഡർ ഒരു മെസ്സേജ് കൊടുക്കുന്നു, അത് എൻകോഡ് ചെയ്തൊരു മീഡിയയിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയയിലൂടെ റിസീവർ അത് സ്വീകരിക്കുമ്പോൾ തന്നെ അതിനെ ഡീകോഡ് ചെയ്യാണ്. അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ഒക്കെ ചെയ്തതിന് ശേഷം റിസീവർക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെ ഒരു നോയ്സ് അവിടെ ഉണ്ടല്ലോ. ആ നോയ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്ന ഹിൻഡ്രൻസ് ആണ്. നോക്കൂ, ആ ഫീഡ്ബാക്ക് നേരെ ആർക്ക് ലഭിക്കുകയാണ്? സെൻഡർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ സെൻഡർക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. അതായത് ആശയവിനിമയത്തിന് നമ്മുടെ ബിസിനസ്സിനകത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ദ വെരി ഫസ്റ്റ് വൺ, ആക്ട് ആസ് എ ബേസിസ് ഓഫ് കോർഡിനേഷൻ. നമുക്കറിയാലോ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ കാര്യങ്ങൾ, ആ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ സ്മൂത്ത് വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്മൂത്ത് വർക്കിംഗ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങിന് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ആക്ട് ആസ് എ ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഏതൊരു തീരുമാനം എടുക്കണമെങ്കിലും അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. അനദർ വൺ, ഇൻക്രീസ് മാനേജീരിയൽ എഫിഷ്യൻസി. നമ്മുടെ മാനേജീരിയൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനും അത് ഇൻക്രീസ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അനദർ വൺ, പ്രൊമോട്ട് കോപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവുമായി സഹകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇവരുമായിട്ടൊക്കെ നല്ലൊരു കോപ്പറേഷനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പീസ്, അതായത് നമ്മുടെ വ്യവസായ മേഖലയിൽ ഒരു സമാധാന അന്തരീക്ഷവും സൃഷ്ടിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വലിയൊരു പങ്കുണ്ട്. ആൻഡ് അനദർ വൺ, എസ്റ്റാബ്ലിഷസ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ്. അതായത് കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള, കുറെ കൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി, ബൂസ്റ്റ് മൊറൈൽ ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ. അതായത് എംപ്ലോയീസിന് ആ സ്ഥാപനത്തിനോട് കൂടുതൽ മൊറൈൽ ഉണ്ടാക്കുന്നതിനും കുറെ കൂടി ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും വലിയൊരു പരിധിവരെ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്.